കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിലെ ക്ലാസ് കഴിഞ്ഞ് തിരികെ പോരുന്ന സമയത്ത് ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകൻ എന്നെ വന്ന് കണ്ടു. എന്നിട്ട് എന്നോട് ഒരു ഉമ്മയുടെ കഥ പറഞ്ഞു. അദ്ദേഹം പഠിപ്പിക്കുന്ന 5ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവിൻ്റെ കഥയാണ് പറഞ്ഞത്. കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹം പഠിപ്പിക്കുന്ന ആ വിദ്യാർത്ഥിനി ബർത്ത്ഡേ ദിവസം ക്ലാസ്സിൽ ഇങ്ങനെ ഗ്ലൂമിയായി വളരെ സങ്കടത്തോടു കൂടി വളരെ പ്രയാസത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ വളരെ സ്നേഹനിധിയായ അധ്യാപകൻ ആ കുട്ടിയോട് എന്താണ് ഇതിന് കാരണമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളാണ് ഈ കുട്ടിയുടെ മാനസികമായി തളർത്താൻ കാരണമെന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷിതാവിനെ ഈ അധ്യാപകൻ വിളിച്ചു. ആ അധ്യാപകൻ രക്ഷിതാവിനെ വിളിച്ചപ്പോഴാണ് വർഷങ്ങളായി ഈ ഉമ്മയുടെ മൂത്ത മകൻ കാരണം ആ വീട്ടിലെ ഓരോ വ്യക്തികളുടെയും ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഈ അധ്യാപകൻ മനസ്സിലായത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കുട്ടിയുടെ ഉപ്പ പറഞ്ഞ ഒരു വർത്തമാനം, അഥവാ ഈ മകനെ ആ ഉപ്പക്ക് പേടിയാണ്. ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മകൻ മാത്രമുള്ള സമയത്ത് ആ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് പേടിയാണ്, ആ വീട്ടിൽ നിൽക്കാൻ എനിക്ക് പേടിയാണ് എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന കള്ളിൻ്റെയും മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും MDMAയുടെയും ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എത്രത്തോളം ഭീകരമാണ്. നൊന്ത് പ്രസവിച്ച അമ്മക്ക്, നൊന്ത് പ്രസവിച്ച ഉമ്മക്ക് സ്വന്തം മകനെ പേടിയാവുന്നു എന്നുള്ളത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഡ്രഗിന് അടിമപ്പെട്ട മക്കളുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഡ്രഗിൽ അടിമപ്പെട്ടത്. ചിലപ്പോൾ പിയർ ഗ്രൂപ്പ് പ്രഷർ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം, അല്ലെങ്കിൽ ചെറുങ്ങനെ ഒന്ന് മെയിൻ ആവാൻ വേണ്ടിയിട്ട് ഡ്രഗ് യൂസ് ചെയ്ത് തുടങ്ങിയതായിരിക്കാം. ഇപ്പോൾ അഡിക്ഷൻ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയുകയാണ്, ഈ ഭൂമിയിൽ നിങ്ങളെ നൊന്തു പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മയെ, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയെ, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പിഞ്ചു അനിയത്തിയെ, നിങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠത്തിയെ കരയിപ്പിച്ച് അവരെ കണ്ണീരിലാക്കി എന്ത് സുഖമാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ലഭിക്കുന്നത്? ലോകത്ത് തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരുമില്ല. തെറ്റുകൾ പറ്റിയേക്കാം. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഡ്രഗിന് അടിമപ്പെട്ട എൻ്റെ മക്കൾ ഒരു തിരിച്ചുവരവിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട്.